ജോയ് വെട്ടിക്കുഴിക്കെതിരെ UDF ജില്ലാ കൺവീനറും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായി MJ ജേക്കബ് രംഗത്ത്. ഇടുക്കി ജില്ലയിൽ കേരള കോൺഗ്രസ് 2 സീറ്റിൽ മത്സരിച്ച 1 സീറ്റ് വിജയിക്കുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസ് മത്സരിച്ച 3 സീറ്റിലും പരാജയമായിരുന്നുവെന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കി പ്രതികരിക്കണമെന്നും MJ ജേക്കബ് പറഞ്ഞു. UDF ചെയർമാൻ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് എന്നെനിക്കറിയത്തില്ല. ശ്രീ ജോയ് വെട്ടിക്കുഴി UDF ചെയർമാനാണ്. ഞാൻ UDF ജില്ലാ കൺവീനറാണ്. സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെപ്പറ്റി പറയുന്നതിന് ഞങ്ങൾക്കൊരു പരിമിതിയുണ്ട്. ആ പരിമിതിക്ക് അപ്പുറം അഭിപ്രായം പറയുന്നത് ഒട്ടും ശരിയല്ല. ഇടുക്കി ജില്ലയിലെ 5 സീറ്റും ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കുക എന്നുള്ളത് മുന്നണിയുടെ ആവശ്യമാണ്. കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരിക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ള ഘടകം. കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റുകളിൽ കേരള കോൺഗ്രസ് മത്സരിച്ചു, 1 വിജയിച്ചു. കോൺഗ്രസ് 3 സീറ്റുകളിൽ മത്സരിച്ചു, 1 ജയിച്ചില്ല. ഈ യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴുള്ള പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അടക്കമുള്ള PJ ജോസഫ് സാർ അടക്കമുള്ളവർ ഈ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന 5 സീറ്റും UDF ജയിക്കണമെന്ന്. അതിനുള്ള പ്രവർത്തനങ്ങൾ UDF എന്നുള്ള നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഈ ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അവരെ പോലെ തന്നെ ഞങ്ങൾ അതിശക്തമായിട്ടുള്ള സമരങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. 75 ദിവസം ചെറുതോണിയിലെ കണ്ടിന്യൂസ് ആയിട്ട് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പറഞ്ഞ് സമരം നടത്തിയ ഏക പാർട്ടി ഞങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ മത്സരിക്കാത്ത പല രാഷ്ട്രീയ പാർട്ടികളും അതിശക്തമായിട്ടുള്ള സമരം നടത്തിയിട്ടുണ്ട്, ഘടകകക്ഷികൾ. അപ്പോൾ ഈ കൂട്ടായ ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജില്ലയിൽ പ്രത്യേകിച്ച് റോഷി അഗസ്റ്റിൻ്റെ മണ്ഡലത്തിലൊക്കെ വലിയ മുന്നേറ്റമുണ്ടായത്. ആ മുന്നേറ്റം എന്ന് പറയുന്ന ഒരു കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള മുന്നേറ്റമാണ്. ആ മുന്നേറ്റത്തിൻ്റെ നല്ല വശങ്ങൾ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം എല്ലാ കക്ഷികൾക്കുമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു വാദഗതിയോ ഒരു ചർച്ചയ്ക്കോ യാതൊരു പ്രസക്തിയില്ല. കേരള കോൺഗ്രസ് പാർട്ടി 1 സീറ്റും വിട്ടുകൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടില്ല. കോൺഗ്രസ് ഒരു സീറ്റ് ഏറ്റെടുക്കുന്നതിനെ പറ്റി ആലോചിച്ചിട്ടുണ്ട് എന്നും എനിക്ക് തോന്നുന്നില്ല. ഏതായാലും 5 സീറ്റും അത് നഷ്ടപ്പെട്ട 3 സീറ്റുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച 3 സീറ്റുണ്ട് കോൺഗ്രസ്സിന്. ഞങ്ങൾക്ക് 1 സീറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ 5 സീറ്റും വിജയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശ്രമകരമായ ജോലി, കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള ജോലി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. ബാക്കി വിവാദങ്ങളൊന്നും പറയാനുള്ള അധികാരമോ അവകാശമില്ല. ഞാനൊരു പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റാണ്. എനിക്ക് വേണമെങ്കിൽ പാർട്ടിയുടെ കാര്യങ്ങൾ പറയാം. DCCയുടെ കാര്യമാണെങ്കിൽ DCC പ്രസിഡന്റ് പറയാം. പക്ഷേ UDFൻ്റെ ചെയർമാനും കൺവീനറും ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള അഭിപ്രായമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്തരം വാദഗതികളോ ഒക്കെ നമ്മുടെ അണികളിൽ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ രൂപപ്പെടുന്നതിനെ സഹായിക്കുള്ളൂ. എല്ലാ പഞ്ചായത്തിലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് പറഞ്ഞാൽ കൂടുതൽ സീറ്റിൽ മത്സരിച്ചു, കൂടുതൽ സീറ്റിൽ വിജയിച്ചു. ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതിന് യാതൊരു പ്രസക്തിയില്ല. അതൊരു മുന്നണിയുടെ കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ള റിസൾട്ടാണ് ഉണ്ടായിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നല്ല റിസൾട്ട് ഉണ്ടായി, കൂട്ടുത്തരവാദിത്വത്തോടു കൂടിയുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ 110 സീറ്റാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്. ആ 110 സീറ്റിൽ 90 സീറ്റോളം കോൺഗ്രസ് പാർട്ടിയാണ് മത്സരിക്കാൻ പോകുന്നത്. അവിടെ 75 സീറ്റ് കോൺഗ്രസിന് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്നു എന്ന് പറയുന്നതിന് പ്രസക്തിയില്ലല്ലോ. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് ഈ അവസരത്തിൽ യാതൊരു പ്രാധാന്യമില്ലാത്തതാണ്. അത്തരം ചർച്ചകൾ ഒരു കാരണവശാലും ആരും തുടങ്ങി വെക്കരുത്. എന്തെങ്കിലും പാർട്ടിയുടേതായ ഇപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടിക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റിയിലോ അല്ലെങ്കിൽ പാർട്ടി ചെയർമാനോ ധരിപ്പിക്കാം. കോൺഗ്രസ് പാർട്ടിക്ക് DCCക്ക് എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ അവർ കൂട്ടുത്തരവാദിത്വത്തോടു കൂടി അത് KPCC അറിയിക്കാം. അതിങ്ങനെ മീഡിയയുടെ മുമ്പിൽ വന്ന് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് നമുക്ക് നമ്മുടെ റിസൾട്ട്
നമ്മൾ ഒരു ലക്ഷ്യത്തിലേക്ക് പോവുകയാണ്. ആ ലക്ഷ്യത്തിലേക്ക് പോകുന്നതിന് ഗുണകരമല്ല എന്നുള്ള ഒരു വിനയപൂർവ്വമായിട്ടുള്ള അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്, അഭിപ്രായമാണ് എനിക്കുള്ളത്.